ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ലണ്ടൻ അക്വേറിയത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ കമോൺ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ലണ്ടൻ ഐയുടെ തൊട്ടടുത്തുനിന്ന് തന്നെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ലണ്ടൻ അക്വേറിയം കാണാൻ പറ്റുന്നത്. അവിടെ നിന്ന് ഇപ്പം നടന്ന് നമ്മൾ അക്വേറിയത്തിൻ്റെ എൻട്രൻസിലെത്തി. കണ്ടില്ലേ, ലണ്ടൻ അക്വേറിയവും ലണ്ടൻ ഐയും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഇച്ചിരി ഉള്ളൂ. അതുകൊണ്ട് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഏകദേശം ഉള്ളിൽ കയറാറായി. സ്കാൻ ചെയ്യാം ഒരു ബാർകോഡ്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും ലാസ്റ്റ് മിനിറ്റിൻ്റെ വെച്ചിട്ട്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഞാൻ പറയാം. നമ്മുടെ ബ്ലൂ ലൈറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ജസ്റ്റ് അവർ സ്കാൻ ചെയ്തിട്ട് നമ്മളെ അകത്തോട്ട് വിട്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് എൻട്രി ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് അടിയിൽ കൂടി ഇങ്ങനെ കാണാൻ പറ്റും. താഴെ ഭാഗം ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഷാർക്ക് ഫിഷൊക്കെ അതിനകത്തൂടെ പോകുന്ന കാണാൻ പറ്റും. അപ്പോൾ അവിടെ കുഞ്ഞി ക്യൂട്ട് ബേബി ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഹായ് ഹലോ ഒക്കെ വെച്ചവളോട്. അവൾ ഭയങ്കര ക്യൂട്ടായിരുന്നു. അവളുടെ ചപ്പലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഫുള്ള് ലൈറ്റായിരുന്നു. അവളങ്ങ് തിളങ്ങി നിൽക്കുമായിരുന്നു. താഴെ നമുക്കൊരു സ്റ്റാച്ചുവിനെ കാണാൻ പറ്റും. ഒരു ഈജിപ്ഷ്യൻ സ്റ്റൈല് ഒരു സ്റ്റാച്ചു ആണ്. ഒരു ഹ്യൂമൻ്റെ ഫേസ് പോലെ തോന്നിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു സ്റ്റാച്ചു ആണ്. നമ്മളിവിടുന്ന് സ്റ്റെപ്പ് കയറി പോവാണ്. നമ്മളോർത്ത് അങ്ങോട്ടാണ് പോകേണ്ടത്, പക്ഷെ ശരിക്കും അങ്ങോട്ടല്ലായിരുന്നു പോകേണ്ടത്. നമ്മുടെ വഴി തെറ്റിപ്പോയി. നമ്മുടെ പുറകെ വരുന്ന ഒരു നമുക്ക് വഴി അറിയാമെന്ന് ഓർത്താൻ തോന്നുന്നു, നമ്മളുടെ പിന്നാലെ വന്നു. പക്ഷേ അവർക്ക് മനസ്സിലായി വഴി തെറ്റിയുന്നത് ബ്ലോക്കാണ്. അതോർത്തിട്ട് ഞങ്ങൾ കുറേ നേരം ചിരിച്ചു. കാരണം അത് ആൾക്കാർ ഫോളോ ചെയ്ത് വന്നിട്ടോ നമ്മൾ പൊട്ടത്തരം കാണിച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. നമ്മുടെ അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫിഷിനെ കൈ കൊണ്ട് പിടിക്കാൻ ട്രൈ ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. നോർമലായിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം, പക്ഷേ ഫ്ലാഷ് ഇട്ട്, അതായത് ആ ഫിഷിനൊക്കെ അത് വെച്ചിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സത്യം പറയാലോ, ഈ ആനിമലിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് സീലിയ ആൻഡ് ഫ്ലജല്ല ഇല്ല, നമ്മൾ +2-ലും 10th-ലും ഒക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു ബയോളജിയിൽ സത്യം പറഞ്ഞാൽ എനിക്കത് ഓർമ്മ വന്നു. കാരണം ഏകദേശം ഒരു ലിവിങ് ഫ്ലജല്ല നമ്മൾ തൊട്ടടുത്ത് മൈക്രോസ്കോപ്പിലൊക്കെ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇതിനെ ഇങ്ങനെ നമ്മൾ മൈക്രോസ്കോപ്പിലല്ലാണ്ട് വലുതായിട്ട് കണ്ട മാതിരി എനിക്ക് തോന്നി.
ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഫോട്ടോസ് ഇവർ സെറ്റ് ചെയ്ത് തരും, ഫോട്ടോ എടുത്തിട്ട്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കംപ്ലീറ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും, എങ്ങനെയാണെന്നുള്ളതും എങ്ങനെയാണ് അത് കിട്ടുന്നതെന്നുള്ളത്. കറുത്ത തെരണ്ടി മീൻ ഗായ്സ്, വേറെന്തോ മീനുകളൊക്കെ വരുന്നുണ്ട്, അത് നമ്മൾ കഴിക്കുന്നതാണെന്നൊന്നും അറിയത്തില്ല, എന്നാലും നല്ല ഭംഗിയുണ്ട്. തെരണ്ടി മീനിന്റെ എഗ്ഗ്, ഇതാണ് കാണുന്ന എഗ്ഗ്. ഇതിനകത്ത് ഫിഷുകളെയൊക്കെ നമുക്ക് കാണാം, ലോങ് ആയിട്ടുള്ള. എന്ത് ടൈപ്പ് ഓഫ് ഫിഷാണോ ഉണ്ടല്ലേ? നമ്മളിപ്പോൾ കണ്ട ടൈപ്പ് ഓഫ് ഫിഷുകളുടെയൊക്കെ ലിസ്റ്റാണ് ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഒരു ടർട്ടിൽ പോയതിൻ്റെ ബഹളമാണ് ഈ കേട്ടത്. അവർക്ക് ഭയങ്കര ഹാപ്പിയായി അതിങ്ങനെ പോയപ്പോഴേക്കും. കാണുന്ന സ്കെലിറ്റൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ വെയിൽസിൻ്റെ ആണെന്ന് തോന്നുന്നു. വെയിൽസ് സ്കൾ പോലെ തോന്നുന്നല്ലോ, ഇത്രയും വലുത് വരില്ലല്ലോ. റിയൽ ആണെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. കാരണം ഫേക്ക് ഇതിനകത്ത് വരാൻ ചാൻസസ് കുറവാണ്, നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അവിടെ നിന്ന് അവരത് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. മേ ബി ഫേക്ക് ആവാം, ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ നടന്നു വരുന്ന ടൈമിൽ ഇവരുടെ ഒരു ക്രൂ മെമ്പർ അവിടെ നിന്ന് ഈ ഫിഷിനെ പറ്റിയിട്ട് എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും പേരുകളും അതിൻ്റെ ഫാമിലി കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കേൾക്കാം. കൂടുതലും റിസർച്ചും കാര്യങ്ങളും ചെയ്യുന്നവരാണ് അത് ലിസൺ ചെയ്യുന്നത്. കാരണം അതിനെപ്പറ്റി സ്റ്റഡീസ് ചെയ്യുന്ന പലരും ഉണ്ട്. നമുക്ക് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കേട്ടാൽ അതെല്ലാം മറന്നു പോകും. അപ്പം നമ്മൾ ജസ്റ്റ് കണ്ട് കേട്ട് മനസ്സിലാക്കി പോയി. അടുത്ത് നമ്മൾ കയറാൻ പോകുന്നൊരു ട്യൂബ് പോലത്തെ ഇങ്ങനെ ഒരു ഇതിനകത്തൂടാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് രണ്ട് സൈഡിലും മുകളിലും നമുക്ക് ഫിഷൊക്കെ ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും. ഇതിനകത്ത് കയറിയപ്പോഴായിരുന്നു ഭയങ്കര തിരക്ക്. കാരണം ആൾക്കാർ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. നമുക്ക് ആൾക്കാർ ഫ്രണ്ടിലോട്ട് നീങ്ങാത്തപ്പോൾ നമുക്ക് ഭയങ്കര ഡിലേ ആയിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഇങ്ങനെ മീനുകളൊക്കെ മണ്ടയ്ക്കൂടെ പോകാമെന്ന് കാണാൻ നല്ല ഭംഗിയാണ്. വീഡിയോസും ഫോട്ടോസും എടുക്കാൻ അടിപൊളിയാണ്. പക്ഷേ പുറകെ വരുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും നമ്മൾ ഒത്തിരി നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ.
റെസ്റ്റ് എടുക്കുക ഗൈസ്.
എൻ്റെ വീഡിയോ ഏകദേശം ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ഭയങ്കര ലോങ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി ഒറ്റ സ്ട്രെച്ചിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പം അടുത്ത പാട്ടായിട്ട് ഞാൻ ഇടാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.